Hi everyone, welcome to Biology Tutor. ഇന്ന് നാം സാധാരണ രീതിയിലുള്ള ഒരു ക്ലാസ്സിലേക്കല്ല പോകുന്നത്, മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. കാരണം ക്ലാസ് മാത്രമായതുകൊണ്ട് നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ പറ്റില്ല. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനോടനുബന്ധിച്ച് തന്നെ ഡിസ്കസ് ചെയ്യണം. ഇനി വരുന്ന രണ്ട് മൂന്ന് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞ് ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ ഉടനെ ഓൺലൈൻ എക്സാം നടത്തുന്നതായിരിക്കും, മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അതിന്റെ ഡേറ്റും കാര്യങ്ങളും പിന്നീട് നിങ്ങളെ അറിയിക്കും. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണിപ്പൂർ PSC ഫുഡ് സേഫ്റ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോൾഡ് ഇൻഹിബിറ്റർ യൂസ്ഡ് ഇൻ ബ്രെഡ് ഈസ് എ സോഡിയം കാൽസ്യം പ്രൊപ്പനേറ്റ്, അല്ലെ സോഡിയം പ്രൊപ്പനേറ്റ് അല്ലെങ്കിൽ കാൽസ്യം പ്രൊപ്പനേറ്റ്, ബി സോഡിയം ക്ലോറൈഡ്, സി കാൽസ്യം കാർബണേറ്റ്, ഡി നൺ ഓഫ് ദീസ്. ഇതിന്റെ ആൻസർ ഏതാ? സോഡിയം പ്രൊപ്പനേറ്റ് ആണ് അതിന്റെ ആൻസർ. സോഡിയം അല്ലെങ്കിൽ കാൽസ്യം പ്രൊപ്പനേറ്റ്. ഈ പ്രൊപ്പനേറ്റ്സിന്റെ പ്രത്യേകത എന്താ? മോൾഡ് ഇൻഹിബിറ്റേഴ്സ് ആണ്. പുറമെ സോർബേറ്റ്സിലെ ഇന്നത്തെ വേറെ ഇതിനോട് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് മോൾഡ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള കെമിക്കൽസ് ഏതൊക്കെയാ? സോർബേറ്റ്സ്, സോർബിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം സോർബേറ്റ്, ബെൻസോയേറ്റ്സ്, പാരാബെൻസ്. പാരാബെൻസ് എന്ന് പറഞ്ഞാൽ മീഥൈൽ ആൻഡ് പ്രൊപ്പൈൽ പാരാബെൻസ്. അതുപോലെ തന്നെ അസറ്റിക് ആസിഡ്. ഇത്രയും എന്താണ്? മോൾഡ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഹു ഡെവലപ്ഡ് ദ പ്രോസസ് ഓഫ് കാനിങ്? മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നിക്കോളാസ് എപ്പോർട്ട് അപ്രൈസേഷൻ. ആൻസർ ഏതാണ്? എ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ചോയ്സ് ഏതാ? ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ എന്ന ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആണ് ലൂയിസ് പാസ്റ്റർ. അപ്പോൾ ചോദിക്കും ഫാദർ ഓഫ് മൈക്രോബയോളജി ആരാ? ആന്റൺ ബോൺ ല്യൂവൻഹോക്ക്. സി ഓപ്ഷൻ നോർമൻ ബോർലോഗ്. എന്താ നോർമൻ ബോർലോഗ്? ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ആരാണ് നോർമൻ ബോർലോഗ്? ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ, നോർമൻ ബോർലോഗ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യ ചോദിച്ചാൽ ആരാ എഴുതുക? മങ്കൊമ്പു സാംബശിവൻ സ്വാമിനാഥൻ, MS സ്വാമിനാഥൻ. മങ്കൊമ്പു സാംബശിവൻ സ്വാമിനാഥൻ, MS സ്വാമിനാഥൻ. ഡി ഓപ്ഷൻ വാൾട്ടർ ഹസി. വാൾട്ടർ ഹസി ആൻഡ് ഫാനി ഹസി, അദ്ദേഹത്തിന്റെ വൈഫ് ഫാനി ഹസി. ഇവർ രണ്ടുപേരും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? അഗാർ ഈസ് യൂസ്ഡ് ആസ് സോൾഡിഫൈങ് ഏജന്റ് എന്ന് കണ്ടുപിടിച്ചവരാണ് വാൾട്ടർ ഹസിയും ഫാനി ഹസി. ആക്ച്വലി ക്രെഡിറ്റ് ഗോസ് ടു ഫാനി ഹസി. അദ്ദേഹത്തിന്റെ ഭാര്യ കേക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അത് സോൾഡിഫൈങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് മനസ്സിലാക്കിയത്. ക്രെഡിറ്റ് രണ്ടാളും കൂടി ഷെയർ ചെയ്തു. ആക്ച്വൽ കണ്ടുപിടിച്ചത് ഫാനി ഹസിയാണ്. നെക്സ്റ്റ് വൺ, നിസിൻ ഈസ് യൂസ്ഡ് ആസ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? നിസിൻ ഈസ് യൂസ്ഡ് ആസ് ആന്റിമൈക്രോബിയൽ ഏജന്റ്, എമൽസിഫയർ, സ്റ്റെബിലൈസർ ആൻഡ് സ്വീറ്റ്നർ. ഏതാ അതിന്റെ ആൻസർ? ആന്റിമൈക്രോബിയൽ ഏജന്റ്. നിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബാക്ടീരിയോസിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ലാക്ടോകോക്കസ് ലാക്ടിസ്, used as food preservative, and it has 34 amino acid residues. Unusual amino acids നിസിനിലുണ്ട്. അത് ഏതൊക്കെയാന്ന് കൂടി പരിചയപ്പെടാം. ലാന്തിയോനൈൻ, മീഥൈൽ ലാന്തിയോനൈൻ, ഡൈഡിഹൈഡ്രോലനൈൻ, ഡൈഡിഹൈഡ്രോ അമിനോ ബ്യൂട്ടിരിക് ആസിഡ്. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ട്? നിസിനിലുണ്ട്. അതുപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ പോണതിന് മുമ്പേ എമൽസിഫയർ ഓപ്ഷൻ ബി ഉണ്ട് അല്ലെ? ബി എന്ന എമൽസിഫയേഴ്സ് ആണ്. എന്താ ഈ എമൽസിഫയേഴ്സ്? എമൽസിഫയേഴ്സ് ഈസ് കോൾഡ് എമൽജന്റ്. ഈസ് എ സർഫസ് ആക്റ്റീവ് ഏജന്റ്, acts as border between two immiscible liquids such as oil and water, and allowing them to be blended into stable emulsions. അതാണ് ഇത് എമൽസിഫയർ. It also reduce thickness കുറയ്ക്കും. പിന്നെന്താ? control crystallization and prevent separation. ഇത്രയും കാര്യങ്ങൾ ചെയ്യും എമൽസിഫയേഴ്സ്. അതിന് എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം. മസ്റ്റാർഡ്, സോയ് ആൻഡ് എഗ് ലെസിറ്റിൻ, അല്ലെ? അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. പിന്നെ അതിന് കൂടെ തന്നെയുള്ള കുറച്ചെണ്ണം കൂടി യൂസ് ചെയ്യും. ഏതൊക്കെയാ? മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ് യൂസ് ചെയ്യും, പോളിസോർബേറ്റ്സ് യൂസ് ചെയ്യും, കാരറ്റീനൻ യൂസ് ചെയ്യും. കാരറ്റീനൻ എന്ന് പറഞ്ഞാൽ എന്താ? സീവീഡിൽ നിന്നും ഐറിഷ് മോസ് അഥവാ സീവീഡിൽ ഒപ്റ്റൈൻ ചെയ്യുന്നതാണ് എന്ത്? കാരറ്റീനൻ. അതുപോലെ തന്നെ ഗുവാർ ഗം യൂസ് ചെയ്യും, കനോള ഓയിലും യൂസ് ചെയ്യും. അതൊക്കെ എന്താ? എമൽസിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മൂത്ത് ആൻഡ് ദ ടെക്സ്ചർ ഓഫ് ദ ഫുഡ്. സ്റ്റെബിലൈസർ സ്മൂത്ത് ആൻഡ് ദ ടെക്സ്ചർ ഓഫ് ദ ഫുഡ്. അഗാർ സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യലുണ്ട്. സ്വീറ്റ്നേഴ്സ് ഏതൊക്കെ യൂസ് ചെയ്യല്? സക്കറിൻ, സ്പർട്ടൈൻ, സൈക്ലമേറ്റ്സ്, ടോമാറ്റിൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സ്വീറ്റ്നർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ അത്രയാണ് കാര്യങ്ങളുള്ളത്. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, അയോഡൈസ്ഡ് സാൾട്ട് കണ്ടെയ്ൻസ് അയോഡിൻ ഇൻ ദ ഫോം ഓഫ്. ഏതാ ഓപ്ഷൻ? സി ആണ് ഓപ്ഷൻ, പൊട്ടാസ്യം അയോഡൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സിന്തറ്റിക് സ്വീറ്റനിങ് ഏജന്റ് യൂസ്ഡ് വാസ് സാക്കറിൻ, സൈക്ലമേറ്റ്സ്, അസ്പാർട്ടൈം, ഡി സുക്രലോസ്. ആൻസർ സാക്കറിൻ ആണ് അതിന്റെ ആൻസർ. സാക്കറിൻ. In 1879
റംസൺ ആൻഡ് ഫാൾബർഗ് അല്ലെ, അവരാണ് എന്ത് കണ്ടുപിടിച്ചത്? സക്കറിൻ. 300 ടൈംസ് സുക്രോസുമായിട്ടാണ് ഇതിന്റെ ഇത് മധുരം അല്ലെ സ്വീറ്റ്നെസ് കമ്പയർ ചെയ്യുക. പിന്നെ എന്ത് 300 ടൈംസ് ഷുഗർ സ്വീറ്റ്നെസ് ഉണ്ട് എന്തുമായിട്ട് കമ്പയർ ചെയ്താൽ? സുക്രോസുമായിട്ട് കമ്പയർ. സൈക്ലമേറ്റ്സ്. സൈക്ലമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 50 ടൈംസ് സ്വീറ്റർ ദാൻ സുക്രോസ്. അമേരിക്കയിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്പാർട്ടേം 200 ടൈംസ് സ്വീറ്റർ ദാൻ സുക്രോസ്, commonly used in foods and beverage. ഈ സുക്രലോസ്. എന്താ സുക്രലോസ്? 0 കലോറീസ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ്. ഇതിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, അതിന് വേണ്ട സ്പ്ലെൻഡ ഈസ് ദ മെയിൻ സുക്രലോസ് ബേസ്ഡ് പ്രൊഡക്റ്റ്. അത്രയും കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവണം. നെക്സ്റ്റ് 6th question. Jam, jellies and preserves can be preserved by adding sugar at concentration of A 65%, B 70%, C 40%, D 30%. ഏതാ അതിന്റെ ആൻസർ? 65% ആണ് അതിന്റെ ആൻസർ. 65% ആണ് അതിന്റെ ആൻസർ. 65%. Next question, 7th question. After drying, moisture content in vegetable should be എത്ര പെർസെന്റേജ്? 68% ആണ് ആൻസർ. 68%. Agar is used as stabilizer and thickener, antibiotic, coloring agent, nutrient supplement. Stabilizer and thickener. Agar is obtained from red algae, Gelidium and Gracilaria. ഇത് രണ്ടും നോർമൽ ആയിട്ട് അറിയുന്നതാണ്. ജെലിഡിയം എല്ലാവരും പഠിക്കും, ഗ്രാസിലേറിയ ഉണ്ട്. അതിന് പുറമെ എന്താ? കോപ്പൾട്ടിസ്, സെറാമിയം, അതുപോലെ തന്നെ ഹീറോക്ലാഡിയ. ആൽഗിയുടെ കൂടി പേര് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ജെലിഡിയം, ഗ്രാസിലേറിയ, കോപ്പൾട്ടിസ്, സെറാമിയം, ഹീറോക്ലാഡിയ. എണ്ണത്തിന്റെ പേരും കൂടിയും ഓർമ്മയിൽ വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Frozen storage is generally operated at temperature of -18 degrees Celsius ആണ്. Next one, 10th question. Tocopherol is an example of. Tocopherol എന്ന വൈറ്റമിൻ ഇ ആണ്. ആന്റി കേക്കിംഗ് ഏജന്റ് ആണോ? ഫ്ലേവറിംഗ് ഏജന്റ് ആണോ? ആന്റി ഓക്സിഡന്റ് ആണോ? ആന്റി ഓക്സിഡന്റ്, വൈറ്റമിൻ ഇ. Yesterday we discussed 10 questions from Manipur PSC food safety exam. Today let us continue the discussion. 11th question. Bitterness in colocasia is due to calcium oxalate, calcium chloride, potassium oxalate, calcium carbonate. Answer is calcium oxalate. Calcium oxalate is also known as raphides. Raphides means a needle-shaped crystal of calcium oxalate occurring in clusters within tissues of certain plants. Bitterness is also known as acridity. Acridity in colocasia is due to calcium oxalate. In high temperature, short time method of pasteurization, milk is heated at temperature 72 degrees Celsius for 15 seconds, 62 degrees Celsius for 15 seconds, 72 degrees Celsius for 30 minutes, 62 degrees Celsius for 30 minutes. Answer is A, 72 degrees Celsius for 15 seconds. HTST pasteurization is also known as flash pasteurization, and 62 degrees Celsius for 30 minutes, that is known as wet pasteurization. Next question, 13. BHA is chelating agent, antioxidant, stabilizer, emulsion. Answer is antioxidant. BHA is used as antioxidant and preservative. Some of the examples of antioxidants are BHA, BHT and TBHQ. BHT means butylated hydroxytoluene. TBHQ means tetrabutyl hydroxyquinone, that are commonly found in oil and fat foods. BHA commonly used as antioxidant in food, animal feed, cosmetics, rubber and petroleum products. Next question. Bureau of Indian Standard headquarters is situated in Pune, Chennai, New Delhi, Ajmer. New Delhi is the answer. There are 5 regional offices for Bureau of Indian Standard. Eastern office situated in Kolkata, Southern office in Chennai, Western office in Mumbai, Northern office in Chandigarh, and Central office that is situated in Delhi.
Director General of Bureau of Indian Standard, Pramod Kumar Tiwari. Next question. Germination affects nutritive value of legumes by increase in vitamin C content, decrease in trypsin inhibitor activity, increase in enzyme activity, all of these. All of these answer. 16th question. Pineapple variety suitable for canning is Queen, Q, Mauritius, Cayenne. Q is the answer. Next question, 17th question. Richest source of riboflavin is papaya, mango, bale, karonda. Bale is the answer. Next question. Which of the following is non-climacteric type of fruits? Pineapple, lychee, grape, all of these. All of this is the answer. What are climacteric fruits? It continued to ripen after harvesting. That type of fruits are known as climacteric fruits. Example, mango, banana, papaya, guava, sapota. Non-climacteric fruits examples. What does it mean? Non-climacteric fruits don't ripen once harvested. Examples orange, grapes, pineapple, etc. Next question. Emission of ethylene during transportation of cut flowers causes a disorder called bud opening, sleepiness, bent neck, calyx splitting. Answer is B. Sleepiness is the answer. Which is the precursor of ethylene? Tryptophan, methionine, ABA, and IAA. Answer is B. Methionine. Next question. Cauliflower curds can be stored for a month at 0 degrees Celsius with 85 to 90% relative humidity. 15 degrees Celsius with 60 to 80% relative humidity, 15 degrees Celsius with 60 to 65 RH, 20 degrees Celsius with 50 to 70% RH. A is the answer. 0 degrees Celsius with 85 to 90% relative humidity. Next question. For curing, sweet potato are kept for 10 days at 25 degrees Celsius and 85% RH, 40 degrees Celsius and 70% RH, 80 degrees Celsius and 30% RH, 30 degrees Celsius and 80% RH. C is the answer. 80 degrees Celsius and 30% RH. Next question, 23. Tomato fruits for canning are harvested at mature green stage, red ripe stage, immature green stage, half ripe bar pink stage. Red ripe stage is the answer. 24. Which chemical is used for controlling sprouting of onions in storage? Malic hydrazide, ethylene, gibberellic acid, all of these. Malic hydrazide is the answer. Next question. For low sugar content, potato tubers are stored at 5 degrees Celsius, 10 degrees Celsius, 15 degrees Celsius, 20 degrees Celsius. Answer is 10 degrees Celsius. Sweetening of potato occurs below 3 to 5 degrees Celsius. Sweetening of potato normally occurs in between 3 to 5 degrees Celsius. Next question, 26. For longer storage of cucumber fruits, the temperature should be 5 degrees Celsius, 10 degrees Celsius, 20 degrees Celsius, 25 degrees Celsius. Answer is C. 20 degrees Celsius. Next question, 27. The limiting amino acid in green vegetables is arginine, lysine, methionine, tryptophan. Methionine is the answer. C is the answer. 28th question. Which is the staple vegetable in Indian diet? Tomato, cauliflower, potato, chili. C. Potato is the answer. 29. Which bean is used for extraction of gum? Broad bean, cluster bean, French bean, hyacinth bean. Answer is cluster bean. Cluster bean is also known as guar bean or lond bean. The botanical name is Siamopsis tetragonoloba.
it secretes a guar gum. That guar gum or guaran, it is used in the extraction of shale gas. Guaran is also used in food industry as thickeners and stabilizers. The last question, 30th one, chilies are rich source of vitamin A, vitamin C, vitamin A and C, vitamin E. C is the answer. Vitamin A and C.